നമ്മൾ തമ്മിൽ തർക്കത്തിന്റെ കാര്യമില്ലല്ലോ മുരളീകൃഷ്ണ. പിന്നെന്താ? അതല്ല, ഒറ്റയ്ക്ക് നിന്ന് സ്വന്തം തടി നോക്കിക്കോളാമെന്ന് പറയുന്നവരോട് എനിക്കത്ര ബഹുമാനമില്ല. സംഘബലമാണ് ഏറ്റവും വലിയ ബലം എന്ന് വിശ്വസിക്കുന്നവനാണ് ഈ ഞാൻ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാനും നിങ്ങളുടെ സംഘത്തിൽ ചേർന്ന് കഴിഞ്ഞു, പോരെ? അങ്ങനെ ചേരുമ്പോൾ അതിനതിൻ്റെതായ ചില മര്യാദകളുണ്ട്. കൊലക്കേസൊക്കെ ഒതുക്കി തീർക്കുന്നതും വാദിയെ പ്രതിയാക്കുന്നതൊക്കെ ചുമ്മാ പുട്ട് തിന്നുന്ന പോലെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിനൊക്കെ പണച്ചെലവുണ്ട് സദാനന്ദ ഷെട്ടി. എല്ലാം എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? പണം അത് എത്ര വേണമെന്ന് പറഞ്ഞാ പോരെ, ഞാൻ എത്തിച്ചു തരാം. തരണം, വീണ്ടും തരണമെന്നുള്ള ഓർമ്മ മനസ്സിലുണ്ടായിരിക്കുകയും വേണം. ഇത് ഒറ്റയടിക്ക് തീരുന്ന കേസൊന്നുമല്ല, കുറച്ച് നീളും. ഇതേ ചുറ്റിപ്പറ്റി ഇനിയും കേസുകൾ രൂപപ്പെടും. അപ്പോഴൊക്കെ പണം ഇറക്കേണ്ടി വരും. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ആ നാഗരാജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എത്രയും വേഗം. ശരി, അതൊക്കെ എനിക്ക് വിട്ടേക്ക്, എല്ലാം ക്ലിയർ ആക്കി തരാം. ശരി, ഓക്കെ, വെക്കട്ടെ. ശരി. കേസ് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല അങ്ങളെ. നരേന്ദ്രൻ തമ്പിയുടെ പക്ഷത്ത് ഒന്നാം തരം ഒരു സാക്ഷിയുണ്ട്, നാഗരാജ്. അവന്റെ ശല്യം ഒഴിവാക്കിയാലേ തമ്പിയെ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അവനെ രഹസ്യമായിട്ട് കണ്ട് എന്തെങ്കിലും ഒരു തുക ഓഫർ ചെയ്താലോ ഹരീഷേ? കോടതി ചെല്ലുമ്പോൾ അവൻ മൊഴി മാറ്റി പറഞ്ഞാൽ പോരെ? അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അങ്ങളെ. ഒരു വളർത്തു നായയുടെ നന്ദിയും കൂറുവാ ഇപ്പൊ അവന് നരേന്ദ്രൻ തമ്പിയോടുള്ളത്. അതുമാത്രമല്ല, സദാനന്ദ ഷെട്ടിയെ ചതിച്ചു പോന്നതല്ലേ, അയാൾ അവനെ വെറുതെ വിടൂ? നാഗരാജ് ഇപ്പോൾ ഷെട്ടിയുടെ കയ്യെത്താ ദൂരത്തല്ലേ. അവനെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണമെന്നാ ഷെട്ടി പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാനാ ഹരീഷേ? എങ്ങനെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് നാട് വിട്ട് പൊയ്ക്കോളാൻ പറയാം, അല്ലെങ്കിൽ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കാം. എന്തിനും മടിക്കാത്ത ഷെട്ടിയെ വെല്ലുവിളിച്ച് തമ്പിയുടെ പക്ഷത്ത് ചേർന്നവനല്ലേ. ഭീഷണി ഒന്നും നാഗരാജിന്റെ അടുത്ത് വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അവനെ അങ്ങ് തട്ടിയാലോ അങ്ങളെ? ആ വാക്കിനെ നീ മിണ്ടി പോരുത്. നീ പറയുന്നത് കേട്ട് തട്ടാനും മുട്ടാനും പോയതിന്റെ ഫലവാ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങളെ, നമ്മൾ എന്തായാലും നനഞ്ഞിറങ്ങി. ഇനി നമുക്ക് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. നരേന്ദ്രൻ തമ്പിയെ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. അതിന് തടസ്സം നിൽക്കുന്നത് നാഗരാജാണെങ്കിൽ ആ തടസ്സം നമ്മളങ്ങ് നീക്കണം. എന്തു വന്നാലും ഇനി ഒരുത്തിനെ കൂടെ കൊല്ലുന്ന പരിപാടിക്ക് ഞാനില്ല. മുരളി വരട്ടെ, അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ കാണാതിരിക്കില്ല. നിങ്ങളുടെ ആലോചന ഇതുവരെ തീർന്നില്ലേ ഹരിക്കുട്ട? ഇത്തവണ നമുക്ക് നരേന്ദ്രൻ തമ്പിയെ പൂട്ടണം മോം. എങ്കിലും നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടൂ. അതിനല്ലേ മുരളി ഉള്ളത്. ഇപ്പൊ അവൻ നോക്കിയാൽ നടക്കാത്ത ഒരു കാര്യമില്ലല്ലോ. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടേ മോം. എല്ലാ കാര്യത്തിലും മുരളിയേട്ടൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വളരെ ആലോചിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ. എന്താ എല്ലാരും കൂടി ഒരു ഉന്നതതല യോഗം? നീയും കൂടെ വന്നപ്പോഴാ ശരിക്കും ഇതൊരു ഉന്നതതല യോഗമായത്. നാഗരാജനെ ഒതുക്കുന്ന കാര്യം ഷെട്ടി നമ്മളല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ അതിനെപ്പറ്റിയാ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടെന്തെങ്കിലും തീരുമാനത്തിലെത്തിയോ? എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. മുരളിയേട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി. നരേന്ദ്രൻ തമ്പി എന്ന് പറയുന്ന രാജഗോപാലെ നമ്മൾ പിടിച്ച് കൂട്ടിലാക്കിയില്ലേ, പിന്നെയാണോ വെറും ഞാഞ്ഞൂളായ നാഗരാജൻ? നരേന്ദ്രൻ തമ്പിക്ക് അനുകൂലമായവൻ കോടതിയിൽ മൊഴി നൽകിയാൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞില്ലേ? നാഗരാജൻ കോടതിയിൽ എത്താതെ നോക്കണം. അഥവാ എത്തിയാലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മൊഴിയെ അവൻ കോടതിയിൽ പറയാവൂ. അത്രയും പോരെ? അത് ധാരാളം മതി. അതിനുള്ള കെണി ആദ്യം നമ്മൾ നാഗരാജന് വേണ്ടി ഒരുക്കണം. എന്താ വേണ്ടെന്ന് മുരളി തീരുമാനിച്ചോ? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാ മതി.
ചേച്ചി നാഗരാജനെതിരെ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അപമാനിക്കാൻ ശ്രമിച്ചെന്നോ മോശമായി പെരുമാറിയെന്നോ അങ്ങനെ എന്തെങ്കിലും മതി. പോലീസ് വന്ന് നാഗരാജനെ പൊക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം. അത് വേണം മുരളിയേട്ടാ. കേസ് കോടതി ചെല്ലുമ്പോൾ വക്കീലന്മാര് മോശമായ ചോദ്യമൊക്കെ ചോദിക്കില്ലേ അമ്മയോട്? എടാ, അതിന് ഈ കേസ് കോടതി ചെല്ലുന്ന ആര് പറഞ്ഞു? പോലീസ് നാഗരാജനെ കസ്റ്റഡിയിൽ എടുക്കണം. അത്രയും മതി നമുക്ക്. തമ്പി ഇല്ലെങ്കിലും ശിവജി കളത്തിലുണ്ടല്ലോ മുരളി. അവൻ നാഗരാജനെ ജാമ്യത്തിൽ ഇറക്കാതിരിക്കില്ല. ശിവജി തന്നെ നാഗരാജനെ ജാമ്യത്തിൽ ഇറക്കും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോ മുരളിയേട്ടൻ എന്തോ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ചേച്ചിക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ലേ? ഓ, അതിനെന്താ? എന്തെങ്കിലും ഒന്ന് കാണാതെ മുരളി ഒരു കാര്യം പറയില്ലല്ലോ. ഒന്നല്ല, പലതും മനസ്സിൽ കണ്ടുകൊണ്ട എന്റെ കളി. നാഗരാജ് ഇത്ര പെട്ടെന്ന് എത്തിയോ? പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ തന്നെയാ വാങ്ങിയത്. ഇതാ. അല്ല, ഇത് അതിരുന്നോട്ടെ. അയ്യോ, ഇത്രയൊന്നും വേണ്ട മാഡം. പിന്നെ ഈ ബില്ല് നോക്കി കണക്ക് ശരിയാണോ എന്ന് നോക്കണം. എനിക്ക് നാഗരാജന് വിശ്വാസമാണ്. പോരെ? എന്താ സാർ? ഇയാൾ എൻ്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്താ സാർ കാര്യം? ഇവന്റെ പേരിലൊരു കംപ്ലൈന്റ് ഉണ്ട്. നാഗരാജിന്റെ പേരിലോ? ഒരു മാന്യ വനിതയെ ഇവൻ അവമാനിക്കാൻ ശ്രമിച്ചുവെന്ന്. ആ സാർ, ഞാനോ? ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ആരോടും പെരുമാറിയിട്ടില്ല സാർ. പക്ഷെ പരാതിക്കാരി പറയുന്ന അങ്ങനെയല്ലല്ലോടോ. താൻ അവരോട് അശ്ലീല ഭാഷയെ സംസാരിച്ചുവെന്നും മോശമായ ആംഗ്യം കാണിച്ചുവെന്നും വിശദാംശങ്ങളൊക്കെ പരാതിയിലുണ്ട്. ഇയാൾ സ്റ്റേഷനിലോട്ട് വാ, വായിച്ചു കേൾപ്പിക്കാം. നാഗരാജ് അങ്ങനത്തെ ഒരാളല്ല സർ. ആട്ടെ, ആരാ പരാതിക്കാരി? നിങ്ങളുടെ ബന്ധു തന്നെയാ, സുധർമ്മ. ചെറിയമ്മയോ? എന്താ, അവരെ അവമാനിക്കാൻ കൊള്ളില്ലേ? സർ, അതൊരു കള്ള പരാതിയാ, എനിക്ക് ഉറപ്പാ. പക്ഷെ അവര് റിട്ടേൺ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. നടപടി എടുക്കാതിരിക്കാൻ പോലീസിന് പറ്റില്ല. ഒരു സ്ത്രീയുടെ പരാതിയാ. ആക്ഷൻ എടുത്തില്ലെങ്കിൽ മുകളിലുള്ളവരോട് സമാധാനം പറയേണ്ടത് ഞാനാ. ഇത് വിശ്വസിക്കില്ലേ മേഡം? ഞാൻ ആ സ്ത്രീയുടെ അടുത്ത് പോലും പോയിട്ടില്ല. എനിക്കറിയാം നാഗരാജ്, ചെറിയമ്മയ്ക്ക് എത്രത്തോളം ചീപ്പാവാൻ പറ്റുമെന്നും എനിക്കറിയാം. എന്തായാലും നീ ജീപ്പിലോട്ട് കയറ്. എനിക്കെന്റെ ഡ്യൂട്ടി ചെയ്യാതെ പറ്റില്ലല്ലോ. പേടിക്കണ്ട നാഗരാജ്, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. സർ, പാവത്തിനെ ഉപദ്രവിക്കരുത്. ഇത് കള്ളപ്പരാതിയാണെന്ന് സാറിനും അറിയാലോ. ഒരു ചടങ്ങിന് വേണ്ടി കസ്റ്റഡിയിലെടുക്കുന്നുവെന്ന് മാത്രം കരുതിയാൽ മതി. ഫോർമാലിറ്റീസ് തീർന്നാൽ ഉടനെ വിട്ടേക്കാം. വാടോ.
ചീട്ട് കളിച്ചിട്ട് എത്ര രൂപ കിട്ടിയടോ? ഒന്നും കിട്ടിയില്ല സാർ. എത്ര പോയി? 120 രൂപ. ഇപ്പൊ പൊയ്ക്കോ. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. ഡോ എഴുതി ഒപ്പിടിച്ചിട്ട് വിട്ടേക്കടോ. സാർ കേസ് ചാർജ് ചെയ്യണ്ടേ സാർ? വേണ്ടടോ. നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിലുള്ള പോലീസ് ഏമാമാരെ ക്ലബിൽ പോയി ദിവസവും ചീട്ട് കളിക്കുന്നത് 10,000 50,000 രൂപയൊക്കെ മുടക്കിയ. ഗാംബ്ലിംഗ് ആൻഡ് ഷോർട്ടേജ് ആക്ട് ഒന്നും അവർക്ക് ബാധകമല്ല. ഇയാളൊരു രാത്രി മുഴുവൻ ലോക്കപ്പിൽ കിടന്നില്ലേ? 120 രൂപയ്ക്ക് ചീട്ട് കളിച്ചതിന് അത്ര ശിക്ഷയൊക്കെ മതിയടോ. സാർ കൊണ്ടുപോ. വാടോ. സാർ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ശരി സാർ. സാർ വാ. അധോലോക നേതാക്കന്മാരെയൊക്കെ അന്വേഷിച്ച് പോലീസ് അങ്ങോട്ട് വരികയാണല്ലോ പതിവ്. താനെന്താ പോലീസിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? എനിക്കിപ്പോൾ അധോലോകമായിട്ടൊന്നും ബന്ധമില്ല സാർ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ? ശരിയാണ് സാർ, മുംബൈയിലായിരുന്നു. ഇപ്പോൾ ഞാൻ അതൊക്കെ നിർത്തി. ഇനി അടുത്ത ഉദ്ദേശം എന്താ? ബോംബെ അണ്ടർവേർഡിന്റെ ബ്രാഞ്ച് വല്ലതും കേരളത്തിൽ തുടങ്ങാൻ ഉദ്ദേശമുണ്ടോ? താൻ കുറേ കാലമായിട്ട് ഇവിടെ കറങ്ങുന്നോണ്ട് ചോദിച്ചതാ. തമ്പി സാബിനെ സഹായിക്കാൻ വേണ്ടി ഞാനിവിടെ തങ്ങിയെന്നേ ഉള്ളൂ. ഇപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വരാനുള്ള കാരണം എന്താ? സർ, നാഗരാജിനെ ജാമ്യത്തിൽ വിടണമെന്ന ഒരു അപേക്ഷയുമായിട്ട് വന്നതാ. ആ പാവത്തെ വെറുതെ കള്ളക്കേസ് കുടിക്കില്ല സർ. പരാതിക്കാരിയായ സ്ത്രീയെ അയാൾക്ക് അത്രയ്ക്ക് അറിയത്തുപോലുമില്ല. അതൊക്കെ എനിക്കും അറിയാവടോ. പിന്നെ ഒരു സ്ത്രീയെ അപമാനിക്കണമെങ്കിൽ അവരെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ശരിയാണ് സർ. പക്ഷേ നാഗരാജ് നിരപരാധിയാണ്. സുധർമ്മ എന്ന സ്ത്രീ തമ്പിസാമിന്റെ ഭാര്യയോടുള്ള പക തീർക്കാൻ വേണ്ടി കള്ളക്കേസ് കെട്ടിച്ചമച്ചതാണ്. പക്ഷേ ഇവിടെ പരാതി തന്നിരിക്കുന്നത് മുരളീകൃഷ്ണൻ എന്ന നേതാവിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാ. എന്തെങ്കിലും ആക്ഷൻ എടുക്കാതെ പ്രതിയെ വിട്ടയച്ചാൽ അത് മതി അയാൾക്ക് ഹാലളകാൻ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ. ആ മുരളി സാറേ, ഞാൻ SI ചന്ദ്രഹാസനാ. ആ എന്താണോ പ്രശ്നം? ആ നാഗരാജനെ ജാമ്യത്തിലിറക്കാനേ ആള് വന്നിരിക്കുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള വകുപ്പേ അയാളുടെ കേസിനുള്ളൂ. ജാമ്യക്കാരെത്തിയ നിലയ്ക്ക് വിട്ടയക്കാമല്ലോ അല്ലേ? അവനെ ശരിക്കും ചോദ്യം ചെയ്തിരുന്നു. ഉവ്വ്, സാറ് പറഞ്ഞ പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആരാ ജാമ്യക്കാരൻ? നരേന്ദ്രൻ തമ്പിയുടെ അടുപ്പക്കാരനാ, ശിവജി. പേര് പറഞ്ഞാൽ മതി. അടുപ്പം ബന്ധമൊക്കെ എനിക്കറിയാം. താൻ വിശദീകരിക്കണ്ട. ആ തൻ്റെ ഇഷ്ടംമാരെ ജാമ്യത്തിന് ആളുണ്ടെങ്കിലേ വിട്ടയച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലത്തെ ഔദാര്യമൊന്നും താൻ എൻ്റെ കക്ഷികളോട് കാണിച്ചിട്ടില്ല എന്ന് ഓർമ്മ വേണം. അത് പിന്നെ കേസ് വേറെയായിരുന്നു. ആ മതി മതി, നിർത്ത്. വിശദീകരണമൊന്നും വേണ്ട, വിട്ടേക്ക്. ഫോർമാലിറ്റീസ് എല്ലാം തീർത്തിട്ട് കൊണ്ടുവയ്ക്കോ. താങ്ക് യു സർ. എന്താ ശിവജി? കുഴപ്പമൊന്നുമില്ല മാം സാബ്. നാഗരാജനെ ജാമ്യത്തിൽ വിട്ടയച്ചു. കേസ് ചാർജ് ചെയ്തോ? പെറ്റി കേസേ ഉള്ളൂ മാം സാബ്. ഒരു ദിവസം കോടതി പോകേണ്ടി വരും. ചിലപ്പോൾ ചെറിയൊരു പിഴ ശിക്ഷയോ മറ്റോ കിട്ടിയേക്കും. സമാധാനമായി. കള്ളക്കേസ് ഇതെന്ന് പോലീസിന് മനസ്സിലായല്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല മാം സാബ്. മുരളീകൃഷ്ണൻ ഇടപെട്ടുകൊണ്ടാ ആ SI ആക്ഷൻ എടുത്തു തന്നെ. പാവം നാഗരാജ്. പോലീസ് അയാളെ ഉപദ്രവിച്ചോ ശിവജി? അതറിയില്ല മാം സാബ്. ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്നും ചോദിച്ചില്ല. അയാളെ ഒന്ന് സമാധാനിപ്പിച്ച് വിട്ടേക്കണേ. അത് സാരമില്ല. ഇയാളത്ര പേടിത്തൊണ്ടിരുന്നതല്ലോ.
സദാനന്ദ ഷെട്ടിയെ പോലുള്ള കിടുവയോടൊപ്പം 10-15 കൊല്ലം ഗുണ്ടാപ്പണി ചെയ്തവനല്ലേ? അവനിതുവല്ല ഒരു പ്രശ്നമാണോ? ശരി ശിവജി, വെക്കട്ടെ. ഓക്കെ മാം സാർ. നാഗരാജനെ വിട്ടയച്ചു. ശിവജി ചെന്ന് ജാമ്യത്തിലിറക്കി. അത്രേ ആശ്വാസമായി. പോലീസ് എന്നെ ഉപദ്രവിച്ചു. 2-3 അടിയൊക്കെ തന്നു. പോലീസ് വെറുതെ തല്ലിയാലും നമുക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ലല്ലോ. പിന്നെ കുറെ ചീത്തയും വിളിച്ചു. അത് സാരമില്ല, ഇതൊക്കെ പതിവ് കാര്യങ്ങളല്ലേ. വണ്ടിയിട്. ഏതെങ്കിലും ഹോട്ടലിൽ കയറി വല്ലതും കഴിച്ചിട്ട് വയ്ക്കും. ശരി. പിന്നെ എപ്പോഴും വീട്ടിൽ തന്നെ കാണണം, എങ്ങും പൊയ്ക്കളയരുത്. ശരി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനില്ലേ. ശരി, പിന്നെ കാണാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മൊബൈൽ നമ്പർ തന്നിട്ടില്ലേ? പോട്ടെ. വണ്ടി എടുക്ക. ഹരീഷേ, എടുക്കടാ. നാഗരാജ് ഇതുവരെ വന്നില്ലല്ലോ മോളെ. പോലീസുകാർ അയാളെ വിട്ടു, പക്ഷെ ഇതുവരെ അയാൾ ഇവിടെ എത്തിയില്ലല്ലോ. നാഗരാജിന്റെ കാര്യമാണോ അമ്മോ? അതേ മുത്തശ്ശി, അയാളെ ജാമ്യത്തിലിറക്കിയെന്ന് ശിവജി എന്നെ വിളിച്ച് പറഞ്ഞു. പോലീസ് അവനെ തല്ലിച്ചതയ്ക്കോ മറ്റോ ചെയ്തോ? വെള്ള ആശുപത്രിയിലും കയറിയതാണോന്ന് അറിയില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശിവജി അയാളെ ഒറ്റയ്ക്ക് വിടില്ല. നീ ശിവജി ഒന്നുകൂടെ വിളിച്ചു നോക്കി. എന്താ മേം സാബ്? നാഗരാജനെ വിട്ടയച്ചു എന്നല്ലേ ശിവജി പറഞ്ഞത്? എന്നിട്ട് അയാൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞാൻ അയാളെ ഓട്ടോയെ കൊണ്ടുവന്ന ജംഗ്ഷന്റെ അടുത്ത് ഇറക്കി വിട്ടതാ. അവിടുന്ന് 10 മിനിറ്റ് നടന്നാൽ മതിയല്ലോ വീട്ടിലെത്താൻ. പക്ഷേ
ആൾ ഇതുവരെ എത്തിയിട്ടില്ല. വല്ല കുഴപ്പവും പറ്റിക്കണോന്ന് എന്റെ പേടി. അത്രയും ദൂരത്തിനിടയ്ക്ക് എന്ത് കുഴപ്പം പറ്റാനാ മേം സാബ്? പോലീസ് അയാളെ ഉപദ്രവിച്ചില്ലല്ലോ ശിവജി. അത് കള്ളക്കേസാണെന്ന് എസ് ഐക്ക് മനസ്സിലായല്ലോ. പിന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചു ശിവജി? പോലീസിനെ പേടിച്ച് നാട് വിട്ടു കാണൂ? സ്വന്തം നാട്ടിലേക്ക് ഏതായാലും തിരിച്ചു പോകാനിടയില്ല. വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ അയാളുടെ കയ്യിലാണെങ്കിൽ പണവും കാണാൻ സാധ്യതയില്ല. പിന്നെ അയാൾ എവിടെ പോയി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മേം സാബ് ധൈര്യമായിട്ടിരിക്കെ, ഞാൻ അയാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. സാബിനെ ഉപേക്ഷിച്ച് നാഗരാജ് ഒരിടത്തും പോവില്ല. ഓക്കെ മേം സാബ്.